പക്ഷെ എന്നിട്ട് കെ മുരളീധരൻ തോറ്റല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സങ്കടമുണ്ട്. ആ സങ്കടം മാറ്റാൻ വേണ്ടി KPCC പ്രസിഡൻ്റ് ആക്കുമോ കെ മുരളീധരനെ? അദ്ദേഹം നേരത്തെ KPCC പ്രസിഡൻ്റായിട്ടുന്ന ആളാണ്. അത് രമേശ് ചെന്നിത്തലയല്ലേ അങ്ങനെ പറഞ്ഞത് KPCC പ്രസിഡൻ്റായിട്ട് പരിഗണിക്കുന്നുണ്ടോ? മുരളീധരനെ KPCC പ്രസിഡൻ്റായിട്ട് പരിഹരിക്കാൻ ഇപ്പോൾ സാധ്യതയില്ല. ഇല്ല. രമേശ് ചെന്നിത്തലയുടെ അങ്ങനത്തെ പറച്ചിലിനകത്ത് ഒരു കൃത്യമായ ഗ്രൂപ്പുണ്ട്. കാരണം കോൺഗ്രസിനകത്ത് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് എപ്പോഴും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ജാതി അടിസ്ഥാനത്തിലാണ്. ഈ ജാതി ഇല്ലെന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവ് ഒരു ജാതിയാണെങ്കിൽ KPCC പ്രസിഡന്റ് വേറെ ജാതിയായിരിക്കും, LDF കൺവീനർ വേറെ ജാതിയായിരിക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തല അത് പറഞ്ഞതിനകത്ത കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് മാറണമല്ലോ അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അത് തൽക്കാലം നടക്കത്തില്ല. ഇവർക്കെല്ലാം KPCC പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആവണമെന്നാണ്. അപ്പം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് വന്നത്, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ട്. കാരണം രണ്ടാമെന്നുള്ള രീതിയിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലിരുന്നത്. പുള്ളി ഉമ്മൻചാണ്ടിക്ക് ഇന്നതൊന്നും വലിയ വിഷയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുത്തു. മാത്രമല്ല ഇതിനകത്ത് ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി നേതാക്കൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നിയന്ത്രിക്കും, പിന്നെ നമ്മുടെ തിരുമേനിമാരെ നിയന്ത്രിക്കും, നമ്മുടെ NSSന്റെ നേതാവ് നിയന്ത്രിക്കും. അപ്പം അങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയായിട്ടായിരുന്നല്ലോ എപ്പോഴും അങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമുക്ക് UDFനെ കാണാൻ സാധിക്കുന്നത്, അല്ലെ കോൺഗ്രസിനെ കാണാൻ സാധിക്കും. അപ്പം ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കണം എന്നുള്ളൊരു സാധനം അന്തരീക്ഷത്തിലോട്ട് വലിച്ചിടുകയാണ്. അത് കോൺഗ്രസിനകത്ത് സ്ഥിരം പണ്ടുതൊട്ടേ നടന്നുകൊണ്ട ഒരു ഗ്രൂപ്പ് സംവിധാനമാണ്. ഇപ്പം ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കാൻ ഇപ്പം തൽക്കാലം ഒക്കത്തില്ല. കാരണം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ജാതി സമവാക്യം തന്നെയുണ്ട്. ഈഴവർക്ക് ഈ പാർട്ടിക്കകത്ത് ഇന്ന് വരെ കൃത്യമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. വയലാരവി തൊട്ട് ആർശങ്കറിന് ശേഷം വയലാരവി തൊട്ട് നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കും, വയലാരവി അപ്രമാദിത്യമുള്ള ഒരു നേതാവല്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ അതെല്ലാം വെട്ടിക്കളഞ്ഞതാണ്. അപ്പം ഇപ്പോഴും ഇതിനകത്ത് SNDPക്കാർ കുറവാണ്. അടൂർ പ്രകാശും ഒരു ബാബുവും ഒക്കെ ആണ് ഇപ്പം നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്കറിയാവുന്ന നേതാക്കന്മാർ. അതിനകത്ത് വേറെ നേതാക്കന്മാരില്ല. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഇപ്പം ക്രിസ്ത്യൻ നേതാക്കന്മാരില്ല. നിങ്ങൾ ജോണത് മനസ്സിലാക്കണം, ക്രിസ്ത്യൻ നേതാക്കന്മാർ കേരള സംസ്ഥാനത്തുടനീളം ക്രിസ്ത്യാനിയുടെ കാര്യം പറയാൻ ഇപ്പം നേതാക്കന്മാരില്ല, ഒരു പാർട്ടിയിലും ഇല്ല. കോൺഗ്രസിനകത്ത് നമ്മളീ പറയുമ്പം ഉമ്മൻചാണ്ടിക്ക് ശേഷം ക്രിസ്ത്യൻ ഇപ്പം ഓരോരുത്തരെ പരിശോധിക്കുമ്പോൾ ഉണ്ടാവും, പക്ഷേ പ്രാപ്തമായിട്ടുള്ള ഒരു പുള്ളിങ് പവറുള്ള നേതാവില്ല. നാളെ കാലത്തെ ഇപ്പം നമുക്ക് ഉമ്മൻചാണ്ടിയൊക്കെ നിൽക്കുന്ന പറഞ്ഞാൽ നാളെ കാലത്തെ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആവുമെന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു നേതാവ് ഇപ്പം ഇല്ല. അത് ഈ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും ഇവരെല്ലാം ആഗ്രഹമായിട്ട് നിൽക്കുക. ഇങ്ങേയറ്റം തിരുവനന്തപുരം MP പോലും അടുത്ത മുഖ്യമന്ത്രി ആവാൻ നിൽക്കുകയാണ്. അപ്പം KPCC പ്രസിഡന്റ് ആവുമെന്ന് ചോദിച്ചാൽ കെ മുരളീധരൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ KPCC പ്രസിഡന്റ് ആക്കാൻ ഒക്കത്തില്ല. പിന്നെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്. അതിനപ്പുറം ഒന്നും തൽക്കാലത്തേക്ക് നടക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് ആവണമെന്നുള്ള ആഗ്രഹം മുരളിക്കില്ലെങ്കിൽ തന്നെ മുരളിക്ക് അങ്ങോട്ട് തോന്നൽ വരുമല്ലോ. മുരളിയും കൂടെ അപ്പൊ രമേശ് ചെന്നിത്തല കൂടെ കൂടുമല്ലോ. നാളെ കാലത്ത് എന്തെങ്കിലും KPCC പ്രസിഡന്റ് ആയില്ലെങ്കിൽ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് രമേശ് ചെന്നിത്തലയുടെ ഒരു കൂറ് വരികയും ഈ മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവാൻ നിൽക്കുകയാണല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു ഗ്രൂപ്പ് സമൂഹമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു സൈഡിലേക്ക് മാറാവില്ല. മാത്രമല്ല KC വേണുഗോപാൽ എന്ത് നിൽക്കും? KC വേണുഗോപാൽ ഇവിടെ ഒരു ഇവിടെ UDFന് അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടുത്തെ കത്തുമായിട്ട് വരും. പുള്ളിക്ക് ഇപ്പൊ കത്തിന് പാടില്ലല്ലോ. ഇപ്പം രാഹുൽ പുള്ളി തന്നെ തന്നെ എനിക്ക് കീഴൊപ്പിട്ടാണ്, പുള്ളി ഹൈക്കമാൻഡ് ആണല്ലോ. അപ്പം സെക്രട്ടറിയാണ്. അതെ. പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ ഇത്ര സങ്കടപ്പെടാനൊന്നുമില്ല. കാരണം ഇന്നത്തെ 5 വിസയുടെ ജോലി ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരാളല്ല. കരുണാകരന്റെ മകൻ എന്നുള്ള കെയർ ഓഫിൽ അല്ലാതെ കെ മുരളീധരൻ ഏത് KSUവിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, ഏത് യൂത്ത് കോൺഗ്രസിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? കരുണാകരൻ അദ്ദേഹത്തെ സേവാദളിന്റെ ചെയർമാനായിട്ട് അത് തീരുമാനിക്കുമല്ലായിരുന്നു. അതിനുശേഷം കരുണാകരൻ ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കി, ഫോർമുല ഉണ്ടാക്കി. കാരണം അദ്ദേഹം അപ്രമാദിത്വം ഉണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത്. നല്ല KPCC പ്രസിഡന്റ് ആയിരുന്നു. കാരണം KPCC പ്രസിഡന്റ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർന്നത്. ഒരു ജനകീയനായിട്ടുള്ള നേതാവ്, ഇതിനെക്കാട്ടി ജനകീയനായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഈ പാർട്ടിക്കകത്തുണ്ടാവും. അവർക്ക് അതിന് സാധ്യത കിട്ടാത്തതുകൊണ്ടാണ് ജോണേ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ വരാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടാണ് പലരും ഇതിനെക്കാട്ടി ജനകീയന്മാർ, ഇതിനെക്കാട്ടി കൊള്ളാവുന്നവരൊക്കെ ഈ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ മറ്റു പല പാർട്ടിക്കകത്തും കാണും. ഞാനീ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ എത്രത്തോളം ചെറുതായി പോയിട്ടുണ്ടെന്നോ ഈ പാർട്ടിക്കകത്ത്. ഈ പാർട്ടിക്കകത്ത് ഈ KPCC പ്രസിഡന്റ് ആക്കുന്നു, അതിനുശേഷം തർക്കം വരുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാവണമെന്ന് പറയും, മന്ത്രിയാക്കുന്നു. വടക്കാഞ്ചേരിയിൽ പോയി അദ്ദേഹം പരാജയപ്പെടുന്നു പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുത്തകസില്ല പരാജയപ്പെടുന്നു. അതൊരു
ഒരു മന്ത്രിയും ചരിത്രത്തിൽ ഇങ്ങനെ പരാജയപ്പെട്ടിട്ടില്ല. അദ്ദേഹം പരാജയപ്പെടുന്നു. വീണ്ടും ഇദ്ദേഹം വന്ന് ഓരോ ആർഗ്യുമെന്റ് നടക്കുകയും ഇതിനകത്ത് അംഗീകരിക്കാൻ വരും. പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ കരുണാകരൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇപ്പം ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ നരസിംഹറാവുവിന്റെ കാലത്ത് കരുണാകരനായിരുന്നു തീരുമാനിക്കുന്ന കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, കരുണാകരൻ തീരുമാനിക്കുന്നുണ്ടായിരുന്നു നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ട് ഒരു കാലഘട്ടത്തിൽ ഇരുന്നത്. നരസിംഹറാവുവിന് പ്രധാനമന്ത്രിയായി പോലും നിർദ്ദേശിച്ചത് കരുണാകരൻ അല്ല. പ്രതിസന്ധി വരുമ്പോൾ ഇവിടുന്ന് കരുണാകരൻ ഫ്ലൈറ്റ് പ്രതിസന്ധി മാറുന്നത് എന്തൊക്കെയാണല്ലോ. ഇപ്പോഴത്തെ സോറിന്റെ അച്ഛൻ പൈസ മേടിച്ച് വാങ്ങിയിട്ട് വിഷയം അതൊക്കെ പുള്ളിക്കറിയുന്നില്ലായിരുന്നു പൈസ മേടിച്ചെന്ന്. അപ്പം അത്രയ്ക്ക് അപ്രമാദത്തുള്ള അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് കൊണ്ടുപോയി വഴിയാധാരമാക്കി അവസാനം പുള്ളി തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പാർട്ടിക്ക് തിരിച്ചു വരികയും അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. മുരളീധരൻ ഈ പറയുന്ന തത്വവും അല്ലെങ്കിൽ കോൺഗ്രസിനുള്ള സ്നേഹമൊന്നുമില്ല. പരുവം വരുമ്പോൾ സോണിയാഗാന്ധി ചീത്ത വിളിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല നേതാവായിട്ട് അഹമ്മദ് പട്ടേൽ അറിയാമല്ലോ, ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഏറ്റവും സോണിയാഗാന്ധിക്ക് പോലും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു. അയാൾ ഈ പാർട്ടിയെ നയിച്ച സമയത്തൊക്കെ അയാളുടെ പ്രയോഗങ്ങളെല്ലാം പാർട്ടിക്ക് ഗുണമായിട്ടുണ്ട്. അത്രയ്ക്ക് അയാളെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിക്കുകയൊക്കെ ചെയ്തു. അവസരോചിതമായിട്ട് ആരെയും ചീത്ത വിളിക്കും. ഇപ്പൊ തന്നെ കണ്ടിട്ടില്ലേ, സ്വന്തം പെങ്ങളെ പോലും ഒരവസരം വന്നപ്പോൾ അയാൾ തള്ളി പറഞ്ഞ ആളാണ്. അപ്പൊ അയാൾക്ക് ഇപ്പൊ ജയിക്കാതെ വരുമ്പോൾ അയാൾ കുത്തിയിരുന്ന് പണ്ട് പറയുന്ന പോലെ പുലമ്പം പറയുന്നുള്ളൂ. അതിനൊരാക്കം ഇയാൾ കൂടുതൽ പറയും. ഇയാൾക്ക് ഇനിയൊന്നും കൊടുത്തില്ലെങ്കിൽ ഇയാൾ ഓരോ ദിവസവും പ്രസ്താവനകൾ ഇറക്കും. ഇയാളുടെ പഴയ സ്വഭാവം വെച്ചിട്ട് കോൺഗ്രസിനെതിരെ ഇറക്കും. അതിന് വേണം KPC പ്രസിഡന്റിനെതിരെ ഇറക്കും, രാഹുൽ ഗാന്ധിക്കെതിരെ ഇറക്കും, സോണിയാഗാന്ധിക്കെതിരെ ഇറക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തിനെ ഉപയോഗിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല എങ്ങനെ കൃത്യമായിട്ട് പുതിയൊരു ഇത് വരുന്നത്, വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇത് 3ാം സ്ഥാനത്തായിപ്പോയല്ലോ. അപ്പൊ അതുകൊണ്ട് വയനാട്ടിൽ നിർത്തണം എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പം വരാൻ പോകുന്നത് കെ മുരളീധരനെക്കാട്ടി കൂടുതലായിട്ട് ആഗ്രഹമായിട്ട് സോണിയ കുടുംബത്തിനകത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അവിടെ നിന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിപ്പിക്കും. അത് നേരത്തെ തന്നെ ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി നിന്നപ്പോൾ തന്നെ ആ ഒരു ചർച്ച അവിടെ വെളിയിൽ വന്നിട്ടില്ലെന്നുള്ളത് നടന്നിട്ടുണ്ട്. കാരണം ആ സീറ്റ് അത്ര സേഫ് അല്ലല്ലോ. ഈ സീറ്റ് എപ്പോഴും സേഫാണ്. അപ്പം ഇവരെയും കൂടെ ആക്കിക്കൊണ്ട് അപ്പം 3 പേര് ജനാധിപത്യ സംവിധാനത്തിലുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്തെ കുടുംബത്തിൽ നിന്ന് 3 പേര് വന്നേ അവരുടെ നിയന്ത്രണത്തിലായിപ്പോഴും പോന്നേ. അപ്പം ഗവൺമെന്റിന്റെ ചെലവിലും ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളും നടന്നങ്ങ് മുന്നോട്ട് പോകുമല്ലോ. അപ്പൊ ഈ മാത്രമല്ല, ഇപ്പോൾ ഒരു സാധ്യത വളരെ കൂടിയിട്ടുണ്ട്. കാരണം ഒന്നും അല്ലാത്തടത്തു നിന്ന് ഒരു 1099 സീറ്റും 230 വന്നിട്ടുണ്ട്. നാളെ കാലത്തെ അതിലെ പപ്പടം പൊട്ടിത്തെറിക്കുന്ന പോലെ അങ്ങ് തെറിച്ചു പോകും. കാരണം ഇത് 23 പാർട്ടിയുടെ സാധനമാണ്. എന്നാലും ഇപ്പം തുടക്കത്തിൽ ഒരു നമ്മൾ ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ച് ഒരാഴ്ചത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ ഒരു സ്നേഹമൊക്കെ വരത്തില്ലേ, അതുപോലെ നിൽക്കുകയാണ്. അപ്പം ഈ കേരളത്തിലെ കാര്യം എന്ന് പറഞ്ഞാൽ മുരളീധരൻ ഇപ്പം മത്സരിക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷാഫിയുടെ സീറ്റോ എല്ലാം തൽക്കാലത്തേക്ക് കൊടുത്താൽ അവിടെ കാണും ജയിച്ചു വരാൻ. വയനാട് സീറ്റ് ഈ പറഞ്ഞതുപോലെ കൊടുക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. പിന്നെ പുള്ളി ഈ പറയുന്ന പോലെ ഞാൻ ഈ ഷാഫിയുടെ സീറ്റ് പാലക്കാടൊക്കെ മുരളീധരനെ പിന്നെയും കൊണ്ട് കൊടുത്തു. അല്ല, അറിയത്തില്ല മുരളിക്ക് മുരളീധരനെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അതാണ് മുരളിയും പറയുന്നത്. നേമത്ത് പോകും, വടകരയിൽ പോകും, അവിടെ പോകുന്നു, വടകര നിൽക്കേണ്ട തൃശ്ശൂർ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അയാള് ഈ പറഞ്ഞതുപോലെ തൃശ്ശൂരോട്ട് വന്നപ്പോഴും അതിന്റെ തലേന്ന് വരെ ഈ അറിഞ്ഞൊന്നും അല്ലല്ലോ ജോണെ കണ്ടത്. പുള്ളി ഞാനീ പറഞ്ഞത് നമുക്ക് BJPയോട് അനുഭവം ഉണ്ടായിട്ടൊന്നും പറയുമല്ല. അല്ല, BJP അല്ല, പുള്ളി ലോകത്തുള്ള അക്കൗണ്ട് എല്ലാം പൂട്ടിക്കാൻ നടക്കുകയാണ്. BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ മത്സരിക്കാൻ അധികാരമുണ്ട്. SDPക്ക് മത്സരിക്കാൻ അധികാരമില്ലേ? ഇവിടെ തന്നെ 3 വിധ്വംസവാദികളും പാർലമെന്റ് മത്സരിച്ച് ജയിച്ചില്ലേ? പുള്ളി എന്തോ ഏതാണ്ട് മോശപ്പെട്ട പാർട്ടിയാണ്, BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ പറ്റുന്നത്. ഇപ്പൊ അവരത് തിരിച്ചങ്ങ് പൂട്ടിച്ചു. അവര് തിരിച്ചങ്ങ് പൂട്ടിച്ചു. അതിന് ഇത്ര സങ്കടപ്പെട്ട കാര്യം, മത്സരിച്ച് പലരും തോറ്റില്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ 10-17 പേര് തോറ്റില്ലേ? അവർക്കൊന്നും സങ്കടം പുലമ്പോ പറച്ചിലൊന്നുമില്ല. പുള്ളിക്ക് മാത്രം എന്തോ, പുള്ളിക്ക് എന്തോ ഇത് എന്നും മത്സരിക്കുന്നിടത്തുനിന്ന് എല്ലാം ജയിക്കണമെന്ന് ഉള്ള തിട്ടൂരമല്ലോ. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചിട്ടുള്ള ആളല്ല. അല്ല ഞാൻ പറയാം, അല്ല ജയിക്കാത്തപ്പോഴല്ല ഇയാൾ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ വന്നാലും പുള്ളി ഈ മലബന്ധമുള്ള ആൾക്കാർ സംസാരിക്കുന്ന പോലെ മോന്ത ഇങ്ങനെ വെച്ച് പുള്ളിയുടെ പത്രസമ്മേളനം കണ്ടിട്ടില്ലേ? ഈ മലം കൃത്യമായിട്ട് പോകാത്ത ഒരു മനുഷ്യൻ്റെ മുഖമാണ് പുള്ളിക്ക് അത്. അപ്പം അതേ രീതിയിലുള്ള പത്രസമ്മേളനമൊക്കെ നടത്തി ഇങ്ങനെ നിൽക്കും. ഇതിനകത്തും കാര്യമൊന്നുമില്ല. അപ്പം ഇപ്പം ഇത് ഒരു ഗ്രൂപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൂടെ ആളെ കൂട്ടി നിൽക്കണം. കാരണം KC വേണുഗോപാലിനെയും ഒക്കെ തടയിട്ട് ഇവരുടെ ഭീഷണി പ്രധാന ഇവരെല്ലാം ഭീഷണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്, മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പോയി KCയെ കാണുമ്പം പ്രതിപക്ഷ നേതാവിനൊരു ഭയം, പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ രമേശ് ചെന്നിത്തല KC വേണുഗോപാലിനെ കാണുമ്പോൾ ഭയം, ഇങ്ങനെ അതുപോലെ തന്നെ ശശി തരൂരിനെ കാണുമ്പോൾ അതിനെക്കാട്ടി വലിയ ഭയം. അപ്പം ഇവരുടെ എല്ലാം ആഗ്രഹം എന്താണ്? ഒരു മുഖ്യമന്ത്രി കസേരയുണ്ട്, 4-5 നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഇപ്പം ഈ പറയുന്ന കാര്യമൊന്നും നടക്കത്തില്ല. UDF അധികാരത്തിൽ വരുന്ന
കാര്യമൊന്നും ഉണ്ടാകത്തില്ല. നമ്മളീ പറയുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളുടെ എല്ലാം കൂടെ ഒന്നിച്ച് എന്നും UDF ഒരു സാധ്യത കൊടുക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും ഈ രീതിയിലൊന്നും വോട്ടിംഗ് പാറ്റേണൊന്നും മാറത്തില്ല. 20% BJP വോട്ട് വന്നു പറഞ്ഞ് BJP അതിന് ആഗ്രഹം പുലർത്തുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം ഈ വന്ന വോട്ട് ഫ്ലോട്ടിംഗ് വോട്ടാണ്. ഇത് തിരിച്ചങ്ങ് പോകും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. അടുത്ത പ്രാവശ്യവും ഈ സാഹചര്യമാണെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന CPM ആണ്. അവരത് വേണ്ട രീതി ഇപ്പം തന്നെ ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ബൂത്ത് തലത്തിൽ 109 വോട്ട്. കോൺഗ്രസിനെ പോലല്ല. ഇന്നലെ 5 കൊല്ലം മുമ്പ് തോറ്റതിന്റെ പഠന റിപ്പോർട്ട് പോലും ആരാ എഴുതിയെന്ന് അറിയത്തില്ല. ഒരാളെ ഏൽപ്പിക്കും. ഇന്നലെ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു 150 വോട്ട് വീതം ഒരു ബൂത്തിൽ നിന്ന് ഒരു വാർഡിൽ ഒരു ബ്രാൻഡല്ല ബ്രാഞ്ച് ഉണ്ട്. പാർട്ടി ബ്രാഞ്ചിൽ നിന്ന് ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതുവരെ അടുത്ത ഇലക്ഷൻ വരുമല്ലേ. അപ്പോൾ അതിന് മുന്നോടി അപ്പോൾ അവർ പണി തുടങ്ങിയിട്ടുണ്ട്. 10,000 വ്യാമോഹിക്കേണ്ട. മുഖ്യമന്ത്രി ആവണമെങ്കിൽ നിയമസഭ ഭൂരിപക്ഷം വേണം. ആ നിയമസഭ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് KPC പ്രസിഡന്റായിട്ട് K. മുരളീധരൻ വരുമെന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തോന്നുന്നില്ല. അല്ല അദ്ദേഹത്തെ ഇപ്പോഴത്തെ KPC പ്രസിഡന്റെ മാറ്റുകയാണെങ്കിൽ വേറെ സാധ്യതയുള്ള അടൂർ പ്രകാശൻ തന്നെയാണ്. കാരണം അത് SND ഈഴവ പ്രാതിനിധ്യം വരുമ്പോൾ അടൂർ പ്രകാശ് തന്നെ ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തി സംവിധാനം ഉണ്ടാക്കണം.